ഹലോ, ഇന്ന് എനിക്ക് കുറച്ച് ബീഫ് ഫ്രൈക്ക് ഓർഡറുണ്ട്. ഗൾഫിലത്തേക്ക് കൊണ്ടുപോകാനാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഗൾഫിലത്തേക്ക് കൊണ്ടുപോകാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പകുതി പണി ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ബീഫ് 2.5 കിലോ ഉണ്ട്. 1.5 കിലോ ബീഫ് ഫ്രൈക്കാണ് ഓർഡർ. അപ്പോൾ 2.5 കിലോ വാങ്ങിച്ച് റെഡിയാക്കിയെങ്കിലേ നമുക്ക് 1.5 കിലോ എങ്കിലും, കാരണം ഇത് ഫ്രൈ ആകുന്നതനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് കുറയും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 1.5 കിലോ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബീഫ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചേക്കുക. ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചതാണ്. കുക്കറിൽ ഒരു 5 വിസിലിന് വേവിച്ചതാണ്. പക്ഷേ ഇത് ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് കണ്ടോ, വെള്ളം കിടക്കുന്നുണ്ടോ? പിന്നെ രാവിലെ ഞാനത് ഫ്രൈ ആക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പാചകത്തിനെടുക്കുന്ന എണ്ണ വെച്ച് തന്നെയാണ് നമ്മൾ പുറത്തോട്ട് കൊടുക്കാനും ചെയ്ത് കൊടുക്കുന്നത്. അത്രയും പ്യുവറായിട്ട് തന്നെയാണ്. അപ്പം അതിലേക്ക് ഞാൻ ഇതുണ്ട ഒരു വലിയ കഷ്ണം, ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 പച്ചമുളകും കറിവേപ്പിലയും ചതച്ചിട്ടില്ല, അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. കാരണം ചതച്ചിട്ടാൽ നമുക്ക് രണ്ടിൻ്റെയും ഗുണവും കിട്ടത്തില്ല, അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അരിഞ്ഞെടുത്തത്. എല്ലാം അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് നെടുകെ പിളർന്നെടുത്തേക്കുവാണ്. വെളുത്തുള്ളി ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്ത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞെടുത്ത്. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ അരിഞ്ഞ ഇൻഗ്രീഡിയൻസിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില. അപ്പം അതിട്ടതിന് ശേഷം പിന്നെ ബീഫും ആ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. കാരണം ഈ പാത്രത്തിൽ ഇത്രയും ഈ വറുക്കാൻ വെച്ചിരിക്കുന്ന ചീനച്ചട്ടിയിൽ ഇത്രയും കൊള്ളത്തില്ല ബീഫ്. അതുകൊണ്ടാണ് 2 ബാച്ചായിട്ട് ഫ്രൈ ആക്കുന്നത്. ഇത് കണ്ടോ, ആവശ്യത്തിന് ഞാൻ ചട്ടിയിൽ കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. കാരണം ഓരോ ഭാഗം ഫ്രൈ ആകുമ്പോൾ ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കണം. അപ്പം കുരുമുളകും പെരുംജീരകവും കൂടെ ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് വേണം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാൻ. അപ്പം ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. അതെ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ ഇട്ട്, അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളകും പെരുംജീരകവും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. തരിതരിപ്പായിട്ട് വേണം പൊടിക്കാൻ, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും പൊടികൾ എത്തക്ക വിധം ഇളക്കി മറിക്കണം. അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഫ്രൈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇതിനകത്ത് ഉള്ളി, സവാള, മല്ലിച്ചീര, പുതിനയില അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. കാരണം ഈ ഗൾഫിലത്തേക്ക് കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്താൽ ചിലപ്പം ഇവിടുന്ന് ചെല്ലുന്ന കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഇപ്പോൾ പുറത്ത് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊന്നും ഇടാത്തത്. അപ്പോൾ അവർ വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇതെടുത്ത് ഒന്ന് ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി സവാളയൊക്കെ ചേർത്ത്, സവാള അധികം മൂപ്പിക്കാതെ പച്ചയ്ക്ക് തന്നെ കഴിക്കാനാണല്ലോ നല്ലത് ഈ ഫ്രൈയുടെ കൂടെയൊക്കെ. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ചേർത്ത് ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ട് കഴിക്കാം അവർക്ക് ആ സമയത്ത്. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ. ഉള്ളി, സവാള, മല്ലിയില, പുതിനയില ഇത്രയും ചേർക്കത്തില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കും, പക്ഷെ അത് മാത്രം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഒരു ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച്
ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കണം കുറച്ചുകൂടെ. അത് അടുത്ത ബാച്ചിലും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇട്ട കണക്കിന് തന്നെയാണ് എല്ലാം ഇട്ടേക്കുന്നത്, കറിവേപ്പിലയെല്ലാം. അപ്പം ബീഫ് ഇട്ട് കൊടുത്തിട്ട് പോരാത്ത എണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ബീഫ് രണ്ടായിട്ടാണല്ലോ ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ 2 ബാച്ചും റെഡി ആയിട്ടുണ്ട്, അത് കോരിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സംഭവം കുറച്ച് തേങ്ങ, ചെറിയ പച്ചത്തേങ്ങ അല്ല കേട്ടോ, കുറച്ച് ഉണങ്ങിയ തേങ്ങായ അത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് ചെറിയ കുഞ്ഞു പീസാക്കി, ചെറിയ തേങ്ങാക്കൊത്തെന്ന് പറയും, അത് നമ്മളൊന്ന് ഇച്ചിരി എണ്ണയിൽ മൂപ്പിച്ച് ഈ ഫ്രൈ ചെയ്തതിലോട്ട് ചേർക്കുവാണ്. ബീഫ് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ബീഫിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഫ്രൈ ആക്കാം, കാരണം നമ്മളപ്പോഴേ കഴിച്ചങ്ങ് തീർക്കുമല്ലോ. പക്ഷേ ഇത് കൊടുത്തു വിടാനായതുകൊണ്ട് തേങ്ങ ഇച്ചിരി മൊരിയാണ്, അതുകൊണ്ടാണ് തേങ്ങ സെപ്പറേറ്റ് ഫ്രൈ ആക്കുന്നത്. അത് തന്നെയുമല്ല, കൂട്ടത്തിലിട്ട് ഫ്രൈ ആക്കിയാൽ ചിലപ്പം തേങ്ങ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അത് 2 പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ സെപ്പറേറ്റ് ഇത് ഫ്രൈ ആക്കുന്നത്. അപ്പം അതുകൂടെ ചേർത്ത് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ അത് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതുമായിട്ടൊന്ന് മിക്സാക്കി ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം പാക്ക് ചെയ്യണം. ഈ ഒരു പരിപാടിയേ ഉള്ളൂ ഇനി നമുക്ക്. അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ കൊടുത്തു വിടാനുള്ള ബീഫ് ഫ്രൈയും അച്ചാറുകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ വേറൊരു കക്ഷിക്കുള്ള ഓർഡറാണ്. അപ്പം അവർക്കൊരു 1/2 കിലോ പാക്കറ്റും വേണമായിരുന്നു. പിന്നെ 200 ഗ്രാം പാക്കറ്റിൽ ഇത് നാരങ്ങ ഈന്തപ്പഴമാണ്. പിന്നെ നാരങ്ങ മാത്രമായിട്ട്, നാരങ്ങ വെള്ളയും ഉണ്ട്, നാരങ്ങ ചുവപ്പും ഉണ്ട്. അപ്പം അതും നാരങ്ങ ചുവപ്പും ഒരു 1/2 കിലോ പാക്കറ്റ് വേറെയുണ്ട്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഓർഡറാണ്.